ഫുട്ബോളിൻ്റെ ചക്രവർത്തി ശ്രീ മെസ്സി കളിച്ചിട്ടുള്ള ബാഴ്സലോണ ക്ലബ്ബ് കാണാൻ ഞാൻ പോയപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഒരു ഫുട്ബോൾ കൈകൊണ്ട് തൊട്ടത് എൻ്റെ ഈ സ്പെയിൻ യാത്രയിലാണ്. ബാഴ്സലോണ സ്റ്റേഡിയത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നല്ല ഒരു ഫുട്ബോൾ ആരാധകനാണ്. ടി വിയിൽ സ്ഥിരമായി ഫുട്ബോൾ കളി ഞാൻ കാണാറുണ്ട്. പക്ഷേ കുട്ടിക്കാലത്തും യൗവനത്തിലും ഫുട്ബോൾ കളി നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. ഗൾഫിൽ പോയപ്പോൾ അവിടെ ധാരാളം ആൾക്കാർ അബുദാബിയിൽ ഫുട്ബോൾ കളി ആരാധനയോടെ നോക്കുന്നത് കണ്ടപ്പോൾ അതും എനിക്കൊരു അതിശയ ആയിരുന്നു. നമുക്ക് ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ ഫുട്ബോളോ മറ്റ് സ്പോർട്സോ ഒന്നും ശ്രദ്ധിക്കാൻ അവസരം കിട്ടിയില്ല. പക്ഷെ പിന്നീട് പല സാഹചര്യങ്ങളിലും ഞാൻ ഈ കളി എൻ്റെ തലയിൽ മൂത്ത് ബ്രസീലിൽ പോയി റൊണാൾഡീനോയുടെ കളി കാണാൻ പോയിട്ടുണ്ട്. അതുപോലെ സ്പെയിനിലെ തന്നെ റിയൽ മാദ്രിഡ് സ്റ്റേഡിയത്തിൽ പോയി കളി കണ്ടു. ഇന്നിതാ ബാഴ്സലോണ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി, അതുപോലെ തന്നെ നെയ്മർ മുതലായ പല പ്രഗത്ഭ കളിക്കാരും കളിക്കുന്ന ബാഴ്സലോണ സ്റ്റേഡിയത്തിൻ്റെ യാത്രയിൽ ഞാനെടുത്ത ചിത്രങ്ങളാണ് ഇന്ന് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. മറ്റൊരു വിശേഷം, എൻ്റെ ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ പൊക്കമുള്ള ഒരു സ്പെയിനിലെ ബാഴ്സലോണയിലെ ഡ്രൈവറാണ്. മറക്കാനാവാത്ത നല്ല സ്ഥലങ്ങളുടെ കാഴ്ചയും സ്റ്റേഡിയ കാഴ്ചയും അതുപോലെ തന്നെ ബാഴ്സലോണ സ്റ്റേഡിയവും അതിൻ്റെ അകത്തുള്ള മ്യൂസിയവും നിരവധി ഓർമ്മകളാണ് ഈ യാത്രയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബാഴ്സലോണ ഫുട്ബോൾ സ്റ്റേഡിയം മ്യൂസിയത്തിനകത്ത് ജേഴ്സി അണിഞ്ഞ തലകളില്ലാത്ത 2 പ്രതിമകൾ ഫുട്ബോൾ കളിക്കുന്ന അതിനിടയിൽ ഒരു ബോൾ കണ്ടപ്പോൾ ഞാൻ അതിനെ എടുക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം എടുത്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഫുട്ബോൾ കൈകൊണ്ട് തൊടാൻ സാധിച്ചത് എന്ന് തുടക്കത്തിൽ രസത്തോടു കൂടി ഞാൻ പറഞ്ഞത്. ആ ചിത്രം ഇവിടെ കാണാം. ഫുട്ബോളിൻ്റെ കളി ആരാധന മൂത്ത് ഒരിക്കൽ ഞാൻ പ്രിയപ്പെട്ട താരം റൊണാൾഡീനോയുടെ കളി കാണാൻ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ പോയി കളി കണ്ടു. അതുപോലെ തന്നെ സ്പെയിനിൽ റിയൽ മാദ്രിഡ് സ്റ്റേഡിയത്തിൽ പോയി മറ്റൊരു വലിയ ടീമുമായിട്ടുള്ള കളി കാണാൻ പോയി. അങ്ങനെ ഫുട്ബോളിൻ്റെ മറക്കാത്ത നല്ല കുറേ ഓർമ്മകളുണ്ട്. അതുകൂടാതെ ലണ്ടനിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിൻ്റെ അടുത്തായിട്ട് 1966 മറ്റോ ഇംഗ്ലണ്ട് വേൾഡ് ഫിഫ കപ്പ് നേടിയപ്പോൾ അന്ന് കളിച്ച കളിക്കാരുടെ ഏതാനും പ്രതിമകൾ അവിടെ ഉണ്ട്. ആ ചിത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ബാഴ്സലോണ സ്റ്റേഡിയ സ്റ്റോറിനകത്ത് ധാരാളം ജേഴ്സികളും പല നമ്പറിലുള്ള ജേഴ്സികളും ഫുട്ബോളും, അങ്ങനെ ഫുട്ബോൾ ആരാധകർക്ക് സ്റ്റേഡിയത്തിലെത്തുന്നവർക്ക് എന്തൊക്കെ ഫുട്ബോളിനെ ബേസ് ചെയ്ത് കാണാനുണ്ടോ ആ കളിക്കാരുടെ ചിത്രങ്ങളും അവർ അണിഞ്ഞിട്ടുള്ള ജേഴ്സികളും സ്പോർട്സ്മാൻ സ്പിരിറ്റും എന്ന് വേണ്ട
വിജയിച്ച കപ്പുകൾ വലിയ ഒരു കാഴ്ച തന്നെ. ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസും ചെയ്യാം. കപ്പുകളല്ല, ഇങ്ങനെ ജേഴ്സി, ഷൂസ്, പന്തുകൾ, അങ്ങനെ പലതും. നല്ല ഒരു കാഴ്ചയായിരുന്നു ബാഴ്സലോണ സ്റ്റേഡിയത്തിലെ കാഴ്ചകൾ. എന്നെ സംബന്ധിച്ച് മറ്റൊന്നും കൂടുതലായിട്ട് വാങ്ങുന്നതിനേക്കാൾ അവിടെ നിന്ന് എത്രത്തോളം സ്വന്തമായും നേരിട്ടും കുറേ ചിത്രങ്ങൾ എടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ എടുത്തു ശേഖരിച്ചു. ഖത്തർ എയർവേസിൻ്റെ ധാരാളം പരസ്യങ്ങളും കാണാം. പണ്ട് കളിച്ച് വിജയിച്ചവരും അവരുടെ ചിത്രങ്ങളും അതുപോലെ വനിതാ ഫുട്ബോളർമാരുടെ ചിത്രങ്ങളും എന്ന് വേണ്ട, ഏത് ദിശയിലേക്ക് നോക്കിയാലും ഫുട്ബോളിൻ്റെ സന്തോഷമുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ചിലരൊക്കെ സ്നേഹബന്ധങ്ങൾ പുതുക്കുന്ന സെൽഫികൾ എടുക്കുന്നു. മറ്റു ചിലർ കസേരകളിൽ ഇരുന്ന് ആരാധനയോടെ, സ്നേഹത്തോടെ, അഭിമാനത്തോടെ സ്റ്റേഡിയത്തെ മതിയാവോളം നോക്കിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് മെസ്സിയുടെ ചിത്രത്തിനടുത്തും നെയ്മറിൻ്റെ ചിത്രത്തിനടുത്തും നിന്ന് ഞാൻ ധാരാളം ചിത്രങ്ങൾ എടുത്തു. അതുപോലെ തന്നെ കളി നടക്കാത്ത സ്ഥലമാണെങ്കിലും ബാഴ്സലോണ സ്റ്റേഡിയത്തിൻ്റെ സെൽഫി ഞാൻ കുറേ എടുത്തു. മെസ്സി ഇത്രത്തോളം വലിയ ആളാണെന്ന് അന്നും അറിഞ്ഞിരുന്നു, അതിന് ശേഷവും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നും അദ്ദേഹം ലോകത്ത് ഫുട്ബോളിൻ്റെ മുടിചൂട മന്നൻ തന്നെയാണ്. എവിടെ ആയിരുന്നാലും മെസ്സി എന്നൊരു വാക്ക് അറിഞ്ഞുകൂടാത്തവരില്ല. Thank you.